ഇപ്പം നമ്മളെ ചിക്കൻ കറി നമ്മൾ വിചാരിച്ച കണക്ക് ഭംഗിയായിട്ട് റെഡിയായിട്ടുണ്ട്. ഇതുപോലെയാണ് ഈ ചിക്കൻ കറി ഇരിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. കഴിച്ചാലും നിങ്ങൾ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കുക. അരപ്പം പീസും എല്ലാം എടുത്ത് വെറുതെ കഴിച്ചുകൊണ്ടിരിക്കും. അത്രയ്ക്ക് വിശേഷപ്പെട്ടൊരു ചിക്കൻ കറിയാണ് ഇത്. ഏത് നേരവും എല്ലാ ആഹാരത്തിൻ്റെ കൂടെയും ഉപയോഗിക്കാം. പ്രത്യേക വേറൊരു കറി വേണ്ട. ഇന്നിവിടെ വേറെ കറിയും ഇല്ല. വേറൊരു സത്യം. രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. വലിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ചെറിയ ജീരകം ഒരു നുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് വാടി തുടങ്ങുമ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക. എല്ലാം ഒന്ന് മൂത്ത് വരണം. ഈ ഒരു 4 സവാള അരിഞ്ഞ് ഒന്ന് മിക്സിയിലൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ 10 കൊച്ചുള്ളി അരിഞ്ഞൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് അതിലേക്കിട്ട് വഴറ്റാം. സവാള ഇട്ട് അതിൻ്റെ കൂടെ തന്നെ കൊച്ചുള്ളിയും കൂടെ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ 5 മിനിറ്റ് ഇടവിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കിടക്കുന്നത്. ഉള്ളി നല്ലപോലെ വാടി കിട്ടണം. 2 മിനിറ്റ് ഇടവിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കണം. ഉള്ളി ഏകദേശം വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 3 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇളക്കി കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഇളക്കി കൊടുക്കാം. ഇനി 2 സ്പൂൺ മുളക് പൊടി ഇട്ട് ഇളക്കി കൊടുക്കാം. ഇനി 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി കൊടുക്കാം. വലിയ കൂടുതലായിട്ട് ഉണ്ടാക്കുമ്പോൾ ഉരുളിയിലാണെങ്കിൽ ഉരുളിയിലെ സൈഡിലോട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കും. ചിക്കൻ വാരി ഇട്ട് കൊടുക്കാം. ഈ അരപ്പെല്ലാം ഉള്ളിയെല്ലാം ഈ ചിക്കൻ്റെ പുറത്ത് മുകളിലോട്ട് ആക്കി കൊടുക്കാം. ഇത് അടച്ച് വേവിക്കാം. ഈ സമയം തീ കുറച്ചിട്ട് കൊടുക്കണം. അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കാം. നമ്മളൊരു 2 ഗ്ലാസ് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഈ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് വീണ്ടും അടച്ച് വേവിക്കണം. ഇത് വീണ്ടും അടച്ച് വേവിക്കാം. വീണ്ടും അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള അത്ര ചെറിയ നെല്ലിക്ക അല്ല, ഇടത്തരം നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള ഒരു പുളി എടുത്ത് പിഴിഞ്ഞ് അതിൻ്റെ ചേർത്തിട്ടുണ്ട്. ഇതിലൊഴിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും അടച്ച് വേവിക്കാം. തക്കാളി ഒട്ടും ഇത് ചേർക്കാറില്ല.
ഇതിലേക്ക് ചതച്ച കുരുമുളക് ചേർക്കണം. അത് ഉണക്കയായാലും മതി, പച്ച ആയാലും മതി. ചേർത്ത് വീണ്ടും ഇളക്കി വീണ്ടും അടച്ച് വേവിക്കണം. ഇനി നമ്മൾ വീണ്ടും അടപ്പ് തുറന്ന് ചിക്കൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. 5 മിനിറ്റ് 10 മിനിറ്റ് ഇടവിട്ട് ഇതുപോലെ ഇളക്കി എടുക്കണം. നല്ലതുപോലെ ചിക്കൻ വെന്ത് എന്നുറപ്പ് വരുമ്പം നല്ലതുപോലെ കറി കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് വറ്റണം. വേണമെങ്കിൽ വറ്റണം, വേണ്ടെങ്കിൽ അടച്ചിട്ട് വേവിക്കാം. അപ്പം ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ അടച്ചിട്ട് 5 മിനിറ്റ് കൂടെ വേവിക്കാം. അപ്പോൾ ഇനി അത് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചിട്ട് വേവിക്കണം. ഇപ്പം നമ്മൾ അടച്ച് വേവിക്കുമ്പോൾ 1/2 സ്പൂൺ ഗരം മസാല ചേർത്ത് വേണം അടച്ച് വേവിക്കാൻ. നല്ലതുപോലെ ഉണ്ടാക്കി എല്ലായിടും ഒന്നുപോലെ മിക്സ് ആക്കിയതിന് ശേഷം വേണം അടച്ച് വേവിക്കാൻ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അടയ്ക്കുന്നതിന് മുമ്പ് ഈ ഉപ്പ് നോക്കിയായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി വേണമായിരുന്നു, ഞാനത് ഇട്ടിട്ടുണ്ട്. ഇനി ഇപ്പം ഉപ്പ് നോക്കുന്നില്ല. ഗരം മസാലയും കൂടെ കിടന്ന് നല്ലതുപോലെ ഒന്നുകൂടെ വേവട്ട്. ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്.